നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാപ്പാന്റെ ഖബറിൽ അവസാനമായി ഒരു പിടി മണ്ണെങ്കിലും ഇടാൻ പുറത്തേക്ക് വാടാ. പേടിച്ചൊളിച്ചിരിക്കുന്ന ആയത്തുള്ള മുജ്തബ ഖമനേയിക്കെതിരെ ഇളകി അലി ഖമനേയി അനുയായികൾ. ഇതുപോലെ നട്ടല്ലില്ലാത്ത ഒരുത്തനാണോ ഇറാന്റെ പരമാധികാരി എന്ന് ചോദ്യം ഉയരുന്നു. മുജ്തബയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന കലാപക്കൊടി ഇറാനിൽ ഉയർന്നിരിക്കുന്നു. അലി ഖമനേയി ധീരനായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി ചോര ചിന്തി. ശത്രുക്കളെ ഭയക്കാതെ അവർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്നു. എന്നാൽ മുജ്തബ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. പരമാധികാരി പദവിയിൽ ഇരുന്നിട്ട് രാജ്യത്തെ ഒറ്റപ്പെടുത്തി സ്വയം തടി തപ്പിയ ഭീരുവായ നേതാവെന്ന് മുജ്തബയ്ക്കെതിരെ അമർഷം. അമേരിക്കൻ ആക്രമണത്തിൽ കുടുംബം ഒന്നടങ്കം ചിതറിത്തെറിച്ചു. ഖമനേയിയുടെ വിലാപയാത്രയിൽ ഇറാൻ മാത്രമല്ല, ഇറാഖ്, സിറിയ, ലബനൻ, യമൻ, ഗാസ തുടങ്ങിയ എല്ലായിടത്തു നിന്നും ഖമനേയി അനുയായികൾ ഒന്നടങ്കം ഇറാനിലേക്ക് ഒഴുകിയെത്തുന്നു. ഖമനേയിയെ, അവരുടെ ഹീറോയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. എന്നിട്ടും മുജ്തബ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ള വലിയ വിമർശനമാണ് ഇറാനിൽ നിന്ന് ശക്തമായി കൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയിൽ മുന്നിലുണ്ടാകേണ്ടിയിരുന്ന മകൻ മുജ്തബ, രാജ്യ പരമാധികാരി, പേടിച്ചൊളിച്ചിരിക്കുന്നത് ശത്രുക്കൾക്ക് മുന്നിൽ ഇറാനെ, അലി ഖമനേയിയെ നാണം കെടുത്തുന്നുവെന്നാണ് ഇറാൻ പത്രങ്ങളിലെയും വാർത്ത. മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുജ്തബയെ മൊസാദ് തീർക്കും. ആ ഒരൊറ്റ പേടിയിലാണ് ഇറാൻ പരമോന്നതൻ ഒളിവിൽ കഴിയുന്നത്. എന്നാൽ മുജ്തബ ഇങ്ങനെ ഒളിവിലിരിക്കുമ്പോൾ, അതും സ്വന്തം പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ, അതിൻ്റെ വിലാപയാത്ര നടക്കുമ്പോൾ മുജ്തബ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഇറാനിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായിരിക്കുകയാണ്. ഇതുപോലൊരു പേടിത്തൊണ്ടൻ പരമോന്നത നേതാവിൻ്റെ പദവിയിൽ ഇരിക്കുന്നത് ഇറാന് നാണക്കേടാണ് എന്ന് ഖമനേയി അനുയായികൾ പറയുമ്പോൾ മുജ്തബയ്ക്ക് പരമാധികാരി കസേര മുൾക്കിരീടമായി മാറുകയാണ്. എന്നാൽ ഇത് അവസരമാക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ്. ഇറാനിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് IRGC ആണ്. പാവ പോലൊരു നേതാവിനെ IRGCക്ക് ആവശ്യമാണ്. എങ്കിലേ യുദ്ധവുമായി മുന്നോട്ടു പോകാൻ ഇറാൻ സേനയ്ക്ക് കഴിയൂ. ഇറാൻ ഭരണകൂടം അമേരിക്കയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അത് പൊളിക്കുന്നത് റവല്യൂഷണറി ഗാർഡാണ്. ഇസ്രയേലിനോടും അമേരിക്കയോടും കണക്ക് വീട്ടണം, ആ രാജ്യങ്ങൾ കത്തിക്കണമെന്ന കൊലവെറിയിലാണ് IRGC. ഞങ്ങളുടെ പരമോന്നത നേതാവിനെ ഇല്ലാതാക്കിയ രാജ്യങ്ങളോട് ഒരു തരത്തിലും ഇനി വിട്ടുവീഴ്ചയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് IRGC. എന്നാൽ ചത്തൊടുങ്ങുന്നത് മുഴുവൻ IRGCയുമാണ്. ഖമനേയിയുടെ വിലാപയാത്ര നടക്കുമ്പോഴും ഹോർമുസിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് IRGC. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു. 2 കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംസ്കാര ചടങ്ങുകൾക്കായി ഒരാഴ്ച സാവകാശമെന്ന് നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ കാലയളവിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്നും US വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തന്നെ ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവസരം മുതലാക്കി ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ IRGC. ഹോർമുസിൽ ആക്രമണങ്ങൾ നിർത്താനുള്ള ഇറാൻ US ധാരണാപത്രത്തിന്റെ കാര്യത്തിലും ഇതോടെ ആശങ്ക ശക്തമാകുകയാണ്. ഇത് മാത്രമല്ല, ഇന്ന് പുലർച്ചെ ഒമാൻ തീരത്ത് ഒരു ടാങ്കറിൽ പ്രൊജക്ടൈൽ വന്നിടിച്ച് തീ പിടിച്ചതായും ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും മറ്റ് 2 കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായിട്ടാണ് സംശയിക്കപ്പെടുന്നത്. IRGC ഇപ്പോൾ ഹോർമുസിൽ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് വിലാപയാത്ര നടക്കുകയാണ്, മറ്റൊരു വശത്തു കൂടി ഇറാൻ ആക്രമണവും അഴിച്ചുവിടുകയാണ്. എന്നാൽ ഇറാനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച പുറത്തേക്ക് വന്നിരുന്നു. ഇറാന്റെ തെരുവുകളിൽ അലമുറയിട്ട് കരഞ്ഞ് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പുറത്തേക്ക് വന്നു. ആ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് IRGC. അതായത് ഖമനേയിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഈ ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ ശക്തിയെന്നും തിരിച്ചടിക്കുമെന്നുമാണ് IRGC പറഞ്ഞിരിക്കുന്നത്. രക്തസാക്ഷിയായ ഖമനേയിയുടെ ചോരയ്ക്ക് പ്രതികാരം എന്ന ഹാഷ്ടാഗോടെയായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇറാൻ പതാകകളും ഷിയ ആചാരങ്ങളുടെ ഭാഗമായ ചുവപ്പും പച്ചയും കൊടികളുമേന്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വിലാപയാത്രയിൽ അണിനിരക്കുന്നത്. ഇതിൽ പ്രായമായവരും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ കൂട്ടമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇറാനിൽ മാത്രമുള്ള ചെറുപ്പക്കാരല്ല,
ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി ഖമനേയിയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം തീവ്ര നിലപാടുകളുള്ള ചെറുപ്പക്കാരാണ് ഇറാനിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൈകളിൽ പ്ലക്കാർഡുകളുണ്ട്, ബാനറുകളുണ്ട്. അതിലെല്ലാം എഴുതിയിരിക്കുന്നത് ഇസ്രയേലിന് മരണം, അമേരിക്കയ്ക്ക് മരണം, ജൂതന്റെ കണ്ണിൽ തീ പടർത്തും എന്നൊക്കെയാണ്. അതായത് മുൻപ് ഖമനേയിയിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇവരുടെ ബാനറുകളിലെല്ലാം ഉള്ളത്. ഈ ചെറുപ്പക്കാരെ ഭയക്കുക തന്നെ വേണം. കാരണം IRGC അവരുടെ ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ കരുത്ത് എന്നൊക്കെ പറയുമ്പോൾ അവരെ ഇനി ഭീകരവാദത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നുള്ളതാണ്. തീവ്ര നിലപാടുള്ള ഈ ചെറുപ്പക്കാരെ ഖമനേയിയുടെ രക്തത്തിന് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇവരെ ചാവേറുകളായും അതുപോലെ തന്നെ പ്രോക്സികളായിട്ടും ഒക്കെ ഇറാൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു വശം. ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ, അതായത് തെരുവിലേക്ക് ഇറങ്ങിയ ഈ ചെറുപ്പക്കാരുടെ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മൊസാദും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA-യും. അവർക്ക് പിന്നാലെ തന്നെ, അതായത് ഇറാന്റെ മുക്കിലും മൂലയിലും മൊസാദിന്റെയും CIA-യുടെയും കണ്ണുകളുണ്ട്. വിലാപയാത്ര നടക്കുന്ന മേഖലകളിലൂടെ തന്നെയാണ് മൊസാദും CIA-യും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കിനി തീർക്കാനുള്ളത് ആരെയൊക്കെയാണ് എന്ന് ഈ ഒരു വിലാപയാത്രയോടെ മൊസാദ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഇറാനിലെ മതഭരണകൂടം ഗുണ്ടായിസം നടത്തിയ ആളുകളെ വിലാപയാത്രയിൽ നിർബന്ധമായി പങ്കെടുപ്പിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മതഭരണകൂടത്തെ അന്ധമായി അംഗീകരിക്കുകയും ഖമനേയിയെ ഹീറോയായി കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇറാനിലുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ മതഭരണകൂടത്തെ എതിർക്കുന്നവരാണ്. ഖമനേയി ഭരണകൂടം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ സ്വാതന്ത്ര്യവും ജനാധിപത്യവുമാണ് ആഗ്രഹിക്കുന്നത്. അക്കൂട്ടർ ഖമനേയി മരിച്ചതിൽ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തി വിലാപയാത്രയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് IRGC. വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല, ഭരണകൂടം ഭീഷണിപ്പെടുത്തി എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ആരോപണം. ടെഹ്റാൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കുകയും ചടങ്ങുകളിൽ നിർബന്ധമായും പങ്കെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശീയ ഭരണകൂടങ്ങളും അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് സേനാംഗങ്ങളും ഹോട്ടലുകളിലും വ്യാവസായിക മേഖലകളിലും കയറി ഇറങ്ങി വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സേവനങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിസമ്മതിച്ചാൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കും എന്നാണ് ഭീഷണി. വിലാപയാത്രയും ഔദ്യോഗിക ദുഃഖാചരണവും നടക്കുന്ന ദിവസങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ അവ ഭരണകൂടം ഇടപെട്ട് പൂർണ്ണമായി പൂട്ടി സീല് ചെയ്യുമെന്ന് ബാസിജ് സേനാംഗങ്ങൾ കടയുടമകളെ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടൻ ആസ്ഥാനമായുള്ള മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ വ്യാപാര യൂണിയനുകൾ വഴിയും ആളുകൾക്ക് കർശന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് ടെഹ്റാനിലെ റിയൽ എസ്റ്റേറ്റ് യൂണിയൻ തങ്ങളുടെ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ വിലാപയാത്ര ദിവസങ്ങളിൽ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നും ജീവനക്കാർ നിർബന്ധമായും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തലസ്ഥാനത്തിന്റെ സാമ്പത്തിക ഹൃദയമായ ടെഹ്റാൻ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടു. ഇതിനു പുറമെ ജൂലൈ 4 മുതൽ ജൂലൈ 8 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ഫിറ്റ്നസ് സെന്ററുകളും ജിമ്മുകളും അടച്ചിടാനും നിർദ്ദേശം കൊടുത്തിരുന്നു. കൂടാതെ വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്കായി വഴിയോരങ്ങളിൽ സൗജന്യ ഭക്ഷണശാലകളും ചായയും വിതരണം ചെയ്യാനുള്ള പണം വ്യാപാരികളിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും ഭരണകൂടം നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നതായും ആക്ഷേപമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറാഖ് പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ സൗജന്യ ട്രെയിൻ, ബസ് സർവീസുകളും താമസ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി നൽകിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് വിലാപയാത്രയിൽ നിശ്ചിത എണ്ണം ആളുകളെ എത്തിക്കാനും കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു. പ്രമുഖ മാധ്യമ ഗ്രൂപ്പായ ഹംഷാഹരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറഞ്ഞത് 200 ജീവനക്കാരെ വീതം ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയുടെ 10ാം ഡിസ്ട്രിക്റ്റിലെ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറുടേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ എല്ലാ ജീവനക്കാരും അവരുടെ മാതാപിതാക്കളെയും കുട്ടികളെയും ഒപ്പം കൂട്ടണമെന്നാണ് നിർദ്ദേശിച്ചത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കോ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കോ പോലും ഇതിൽ ഇളവ് നൽകിയിരുന്നില്ല എന്നാണ് വിവരങ്ങൾ.
ഇറാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ സെയ്പ കമ്പനിയിലെ ജീവനക്കാർ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. ഇറാഖിലെ നജാഫ്, കർബല തുടങ്ങിയ ഷിയ തീർത്ഥാടന നഗരങ്ങളിൽ നിന്നും ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന ഏകദേശം 2000 അതിഥികൾക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ കമ്പനിയോട് ഭരണകൂടം ആവശ്യപ്പെട്ടത്. ഇതിനായി സെയ്പ കമ്പനിയുടെ ഫാക്ടറി പരിസരങ്ങളും മറ്റ് സൗകര്യങ്ങളും വിട്ടു നൽകേണ്ടി വന്നതിനാൽ കമ്പനിയിലെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ജീവനക്കാരുടെ ജോലികളിൽ തടസ്സപ്പെട്ടതായും അധികൃതർ പറയുന്നു. ഇറാനിൽ വരുന്ന കുറച്ച് ദിവസത്തേക്ക് ഖമനേയിയുടെ വിലാപയാത്രയല്ലാതെ മറ്റൊരു പരിപാടിയും സംപ്രേഷണം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്കും കർശന വിലക്കുണ്ട്. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി മാധ്യമങ്ങൾക്ക് നൽകിയ രഹസ്യ നിർദ്ദേശപ്രകാരം വിലാപയാത്ര നടക്കുന്ന ദിവസങ്ങളിൽ രാജ്യത്ത് രാഷ്ട്രീയ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടത്. ഖമനേയിയുടെ വ്യക്തിത്വത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളും വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും മാധ്യമങ്ങൾ പ്രധാനമായി സംപ്രേഷണം ചെയ്യണം. അമേരിക്കയുമായുള്ള ചർച്ചകൾ, പ്രാദേശിക രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയവ പ്രധാന വാർത്തകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവെക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 കോടി ജനത്തെ തെരുവിലിറക്കുമെന്നാണ് IRGC പറഞ്ഞിരിക്കുന്നത്. ഖമനേയിയുടെ പ്രതിച്ഛായ കൂട്ടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് ലോകത്തെയും ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കുന്നത്. കാരണം ഇറാൻ ജനതയെ അതിക്രൂരമായി വേട്ടയാടിയ ഒരു ചരിത്രം ആയത്തുള്ള അലി ഖമനേയിക്കുണ്ട്. ഹിജാബ് കൃത്യമായി ധരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഇറാൻ മത പോലീസ് മഹ്സ അമനി എന്ന യുവതിയെ തല്ലിക്കൊന്നതിൻ്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങളിൽ ഖമനേയിയും മതഭരണകൂടവും വലിയ പ്രതിക്കൂട്ടിലേക്ക് വീണിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ, അതായത് മഹ്സ അമനിക്ക് വേണ്ടി പിന്നീട് തെരുവിലേക്ക് ഇറങ്ങിയ ആയിരക്കണക്കിന് സ്ത്രീകളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഖമനേയി ഭരണകൂടം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ടെഹ്റാനിലടക്കം മൃതശരീരങ്ങൾ കൂന കൂട്ടി സംസ്കരിക്കുന്നതും പുറത്തു വന്നിരുന്നു. അന്ന് അലി ഖമനേയിയുടെ നിർദ്ദേശപ്രകാരം അതിശക്തമായ രീതികളായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ മത പോലീസ് പ്രയോഗിച്ചത്. കണ്ണീർ വാതകത്തിന് പുറമെ മാരകമായ രാസവസ്തുക്കൾ പ്രയോഗിച്ചിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ടീം 12 സംഘം ഒരു ക്രൂരന്മാർ തന്നെയുണ്ട്. ഇവർ ചെയ്യാത്ത അതിക്രമങ്ങളില്ല. തലയ്ക്കും നെഞ്ചിനും വെടിയേറ്റാണ് മിക്കവരും കൊല്ലപ്പെട്ടത്. ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ പോലും പിന്നിൽ നിന്ന് വെടിവെക്കുന്നതായും അന്ധരാക്കാൻ ലക്ഷ്യമിട്ട് കണ്ണുകളിലേക്ക് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല. അവരെയും അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സൈനികർ പീഡിപ്പിക്കുകയും ചെയ്തതിൻ്റെയും സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗത്തിന് ഇരയാക്കിയതിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ടിട്ടുണ്ട്. മതഭരണകൂടത്തെ എതിർത്തവരെ നിഷ്കരുണം വേട്ടയാടിയ ഖമനേയിയെ ഹീറോയാക്കുകയാണ് IRGC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 3 കോടി ജനത്തെ തെരുവിലേക്ക് ഇറക്കി ഖമനേയിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീർ പൊഴിക്കുന്നത്. എന്നാൽ ഇവിടെ ഭയക്കേണ്ട ഒരു കാര്യം, മതഭരണകൂടത്തെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.